നിന്റെ രാജകുമാരൻ വരുന്നുണ്ട്. പൊടി. ആ, നീ പറഞ്ഞില്ലേലും ഞാൻ പൊക്കോളാം. ഹായ് സെൽവി, ഗുഡ് മോർണിംഗ്. വരവ് വെച്ചിരിക്കുന്നു. റോസേ, ഡാഡിയും മമ്മിയും എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ട്. നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. നീ വാ, കയറ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തിരികെ സ്കൂളിൽ കൊണ്ട് വിട്ടാൽ പോരെ? നീ വാ, കയറിക്കേ. റോസിനെ ഞാനൊന്ന് കൊണ്ടുപോവാന്നേ. വീട്ടിൽ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. അതെ, സെൽവി സ്കൂളിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങെത്താം. അവരെല്ലാം പുറത്തു നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അതുമാത്രമല്ല, നിങ്ങളെക്കാൾ മുതിർന്നവരും. അവരുടെ താൽക്കാലിക ആവശ്യങ്ങൾക്കായി നിങ്ങളെ ഉപയോഗിക്കുമെങ്കിലും അവരാരാണെന്നോ എവിടെ നിന്ന് വന്നവരാണെന്നോ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഈ സ്കൂളിന് പുറത്തുള്ളവരോട് കൂടുതൽ അടുപ്പത്തിനൊന്നും ആരും പോകണ്ട. എന്തായാലും ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ആരും പോകില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. ആദ്യമൊക്കെ അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളായി നിങ്ങൾക്ക് തോന്നും. പിന്നീട് അവരുടെ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വട്ടം ഈ കൂട്ടരുടെ കയ്യിൽ ചെന്നുപെട്ടാൽ പിന്നെ രക്ഷപ്പെടുക പ്രയാസവുമായിരിക്കും. പല നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന ഇവർക്കിതെല്ലാം ഒരു തമാശ മാത്രമാണ്. ഇതിന്റെ പേരിൽ പോകുന്നതോ നിങ്ങളുടെ ജീവിതവും. ഈ പറഞ്ഞതൊക്കെ ആൺകുട്ടികളോട് മാത്രമല്ല കേട്ടോ. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ അല്ലേ? രണ്ടു മണി കഴിഞ്ഞു. ഉച്ചക്ക് വിളിച്ചപ്പോ ഇപ്പൊ സ്കൂളിൽ കൊണ്ട് നാക്കാന്ന് പറഞ്ഞതാ. കോപ്പ് ആ പുലൻ എടുക്കുന്നുമില്ല. എനിക്കറിയില്ല, നീ എന്തേലും ചെയ്. ചിലപ്പോ താമസിച്ചോണ്ട് അവളെ വീട്ടിൽ കൊണ്ട് വിട്ട് കാണും. നീ സമാധാനപ്പെടു സെൽവി. വെറുതെയാ ആ തവള പറഞ്ഞല്ല നുണയാ. റോസിനെ വീട്ടിൽ കൊണ്ടേ വിട്ടുപോലും. അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിട്ടാ മതിയായിരുന്നു അവനെ. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയായി? ഇറങ്ങിക്കോ. റോസേ, ആരോടും ഇപ്പോൾ ഒന്നും വിളമ്പാൻ നിൽക്കണ്ട കേട്ടോ പറഞ്ഞത്. റോസിന്റെ പപ്പ